തടവിൽ കഴിയുന്ന എല്ലാ ബന്ദികളെയും തിരികെ എത്തിക്കുമെന്ന് ഇസ്രായേൽ ജനതയ്ക്ക് ഉറപ്പ് നൽകി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിന്റെ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും നെതന്യാഹു ഹമാസ് വിട്ടുകൊടുത്ത മൃതദേഹം ഷെറി ബിബാസിൻ്റേതല്ല എന്നും ഇസ്രായേൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബന്ദികളുടെ മൃതദേഹവുമായി പരേഡ് ചെയ്ത ഹമാസ് നടപടി വെറുപ്പുളവാക്കുന്നതെന്ന് UN മനുഷ്യാവകാശ കമ്മീഷൻ മേധാവി വോൾക്കർ ടോക്കും പ്രതികരിച്ചു. സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഐസൻ ജോസ വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, വിശദാംശങ്ങൾ. തീർച്ചയായും മനു, ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്ന് ശക്തമായ എതിർപ്പാണ് ഈ ബന്ദികളുടെ മൃതദേഹം തിരിച്ചു നൽകിയ ആ നടപടി, ആ രീതിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ബന്ദികളുടെ മൃതദേഹവുമായി ഒരു പ്രത്യേക രീതിയിൽ ഈ ഹമാസിൻ്റെ സൈനികർ അത് തിരിച്ച് ഇൻ്റർനാഷണൽ റെഡ് ക്രോസിനെ ഏൽപ്പിക്കുന്നതും റെഡ് ക്രോസ് അത് ഇസ്രായേൽ സൈന്യത്തിന് കൈമാറുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ചില രീതികൾ, ഇത്തരത്തിലുള്ള ചില പാഴ്വേലകൾ നടത്തിയെന്ന നിലപാടാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്ന്, ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന്, മനുഷ്യാവകാശ കമ്മീഷൻ മേധാവിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. UN കമ്മീഷൻ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ അത് വെറുപ്പുളവാക്കുന്നതും മനുഷ്യത്വഹീനവും അതുപോലെ തന്നെ ഈ മരിച്ചവരുടെ സ്വകാര്യതയെ ഹനിക്കുന്ന ഒരു നടപടിയുമാണ് എന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നടപടിയെ UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എതിർക്കുന്നതോടൊപ്പം തന്നെ UN സെക്രട്ടറി ജനറലിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം നേരത്തെ അതിന് സൂചിപ്പിച്ചതുപോലെ ബന്ദികളിൽ വിട്ടുകൊടുത്ത ഷിറിയുടെ മൃതദേഹം അവരുടേതല്ല എന്ന ഒരു വിശദീകരണവും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായൊരു സ്ഥിരീകരണം അല്പസമയം മുമ്പ് കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യഥാർത്ഥ മൃതദേഹം ഏതെന്ന് തിരിച്ചറിയാനുള്ള സംവിധാനമില്ലാതെ ഏതോ ഒരു മൃതദേഹം കൈമാറി എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കൈമാറിയ മൃതദേഹം ബന്ദികളുടേതല്ല എന്ന് DNA പരിശോധനയും അടിസ്ഥാനപരമായ പരിശോധനകളിലും മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളിൽ ആരുടേതുമല്ല ഈ മൃതദേഹം എന്നതും മറ്റൊരു വ്യക്തിയുടെ മൃതദേഹമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ഒരു വലിയ പ്രശ്നമായി ഉയർന്നിരിക്കുന്നത്. ഈ മൃതദേഹം, യഥാർത്ഥ മൃതദേഹം, അതായത് ബിബാസ് കുടുംബത്തിലെ ഷെറി ബിബാസിൻ്റെ മൃതദേഹം തന്നെ വിട്ടു നൽകണമെന്നൊരാവശ്യം വളരെ കൃത്യമായി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇസ്രായേൽ എന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന സംഭവവികാസം എടുത്തു പറയേണ്ടത്, അവിടെ കഴിയുന്ന ഹമാസിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ തന്നെ വളരെ കൃത്യമായി ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ മരിച്ചവരുടെ അല്ലെങ്കിൽ അവരുടെ മൃതദേഹം ലഭ്യമാക്കിയപ്പോൾ ആ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി മരിച്ചവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ഇനി അത്തരത്തിലൊരു ദുഃഖത്തിനുള്ള കാരണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അനു, അതോടൊപ്പം തന്നെ ഈ മൃതദേഹം മാറ്റിവെച്ച സംഭവം അത് എങ്ങനെയാണ് എപ്പോഴാണ് തിരിച്ചറിഞ്ഞ ഐസൻ? ഇതിൽ എങ്ങനെയാണ് ഇസ്രായേൽ പ്രതികരിക്കുന്നത്? ഇസ്രായേൽ പ്രതിരോധ സേന അത് സംബന്ധിച്ച ഒരു വാർത്താക്കുറിപ്പ് നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഒരു വിശദീകരണം നേരത്തെ തന്നെ നൽകിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അത്തരത്തിലൊരു വിശദീകരണം പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ ആർമിയുടെ മെഡിക്കൽ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു വിശദീകരണമായതുകൊണ്ട് തന്നെ അത് കൃത്യമായ രീതിയിൽ പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് നീങ്ങാമെന്നൊരു നിലപാടാണ് ഇസ്രായേൽ സർക്കാർ എടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാണ് അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം വന്നത്. വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിൽ കൂടി അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഒരു പുതിയ സംഭവവികാസം. അല്ലെങ്കിൽ ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പരമപ്രധാനമായൊരു സംഭവമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ മൃതദേഹം കൊടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം, വിട്ടുകൊടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മെഡിക്കൽ വിഭാഗം ഇത് തിരിച്ചറിഞ്ഞിരുന്നു, ഫോറൻസിക് വിഭാഗം തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് വാർത്തകളായി പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച തുടർ സ്ഥിരീകരണങ്ങൾ, കാരണം ഇത്തരത്തിൽ മൃതദേഹം മാറ്റിക്കൊടുത്തിട്ടുണ്ട്, മാറി ലഭിച്ചിട്ടുണ്ട്, ഈ മാറി ലഭിച്ച മൃതദേഹം ആരുടേതെന്ന് വ്യക്തമല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തുടർ നടപടികളുണ്ട്. മൃതദേഹം അതായത് വീടുകളിലെത്തുമ്പോൾ, അതിൻ്റെ അനന്തരാവകാശികളുടെ കൈവശം എത്തുമ്പോൾ അത് ചില മതപരമായതും അല്ലാത്തതുമായ നിരവധി ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ചടങ്ങുകൾ ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ യഥാർത്ഥ മൃതദേഹം ഉടൻ തന്നെ വിട്ടു നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നൊരാവശ്യമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അനു, ശരി.